അവരൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാണ്. ശരിക്കും ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോഴേ എനിക്ക് തോന്നുന്നത് ഇത് ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർക്ക് അത് സൂട്ടാവുമെന്ന് തോന്നി. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്ന കോപ്രായങ്ങളെ കുറിച്ചാണ്. ഇൻഫ്ലുവൻസേഴ്സ് എന്നൊന്നും ഈ തെണ്ടികളൊന്നും വിളിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇവർ കാരണം ആരെങ്കിലും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാൽ അതൊക്കെ വളരെ കുറവാണ്. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ വേണേൽ തൊപ്പീനെ വിളിക്കാം ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാം. കാരണം തൊപ്പി മറ്റേ ചെറിയ പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഒരു പ്രായം കഴിയുമ്പോഴേക്കും അതും പോടാൻ മൈരേന്നാവും. അല്ലാണ്ട് ഇതിപ്പോൾ സായി കൃഷ്ണ, ഈ മറ്റേ കാദർ കരിപ്പോടി, മറ്റേ ഹനാൻ ഷാ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. അല്ല ധന്യ, നമ്മുടെ ഒറ്റ ബിയറേ അടിച്ചുള്ളൂ, അതിന് വേണ്ടിയിട്ടാണോ എന്നെ പിടിച്ച് ഇങ്ങനെ നിങ്ങൾ തേജോധം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുന്ന ഹെലൻ ഓഫ് സ്പാർട്ട. ഈ സ്പാർട്ട എവിടെ നിന്നാണ് വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ കുറേ കാലം ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരുന്നു. അതാണല്ലോ നമ്മൾ സാധാരണ പറയുന്നതാണല്ലോ, എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ലെന്ന്. അതാണ് എനിക്ക് ഓർമ്മ വരും. ഇതൊക്കെ ആണെങ്കിലും നല്ല വെടിപ്പായിട്ടുണ്ട്. ഈ കാദർ കരിപ്പോടിയും ഈ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണയും കൂടെ കളിക്കുന്ന കളിയാണ് എനിക്ക് ചിരി വരുന്നത് കണ്ടിട്ട്. അതിപ്പോൾ കുറേ ആൾക്കാർ റിയാക്ട് ചെയ്ത് തുടങ്ങി. ഞാൻ ലേറ്റായിരിക്കും ചിലപ്പം. ഞാൻ ആ വീഡിയോ, ഈ സായി കൃഷ്ണയുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാറില്ല. കാരണം അത് 10-50 മിനിറ്റ് ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ കരപര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ അവൻ്റെ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് കാണാറുള്ളൂ. അതും ഒരു 1.8 സ്പീഡിലൊക്കെ വെച്ചാണ് നമ്മൾ കാണാറ്. കാരണം അല്ലെങ്കിൽ ഒരു സിനിമ കണ്ട് ഇറങ്ങിയ പോലെയൊക്കെ, അതായത് മറ്റേ ഇവൻ്റെയൊക്കെ പടമില്ലേ, തീട്ടപ്പടം കണ്ടിറങ്ങിയ പോലത്തെ ഫീൽ വരും. ആണെങ്കിലും സായി കൃഷ്ണ വന്ന് ഈ കാദർ കരിപ്പോടി ഇപ്പോൾ വധശ്രമത്തിന് വേണ്ടിയിട്ട് കേസെടുത്തു എന്നാണല്ലോ അയാളുടെ പുറത്ത്. ഭയങ്കര ഘോരം മറ്റേ സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കടിച്ച് ഇങ്ങനെ പൊട്ടിച്ചാണ് പുള്ളി, അടിച്ച് പൊട്ടിച്ച് പറയാമെന്ന് പറയില്ല, അതുപോലെ കടിച്ച് പൊട്ടിച്ചാണ് പുള്ളി വർത്തമാനം പറയുക. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. എൻ്റെ ആ വീഡിയോ നിങ്ങൾ മീഡിയക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ആൾക്കാർക്ക് അങ്ങനത്തെ മറ്റേ കോപ്രായങ്ങളൊക്കെയാണ് ഇഷ്ടം. ഇപ്പോൾ എന്നെയൊക്കെ വന്നിട്ട് തെറി പറയുന്നതെന്ന് പറഞ്ഞാൽ എന്തടിച്ചിട്ടാണ് വർത്തമാനം പറയുന്നത്, എന്താണ് ഇത്ര സ്ലോ ആയിട്ട് വർത്തമാനം പറയുന്നത്, എന്താണ് ഇത് എന്നൊക്കെയാണ്. ഇതേതാ മൈരൻ, ഇതൊക്കെ കുറേ ചോദ്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ. എല്ലാത്തിനും പുച്ഛ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പുച്ഛ. 2015 എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്, 15 14 എൻ്റെ കയ്യിലൊരു ഡെസേർട്ട് സ്റ്റോം ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ഈ അടുത്ത് ഞാൻ കൊടുത്തു. 2014 ഈ ബുള്ളറ്റ് ഞാൻ ഇങ്ങനെ ഷോറൂമിൽ നിന്ന് എടുക്കുകയാണ്. ഷോറൂമിൽ അത് വരുത്തിക്കാൻ വേണ്ടിയിട്ട് 4 മാസം പിടിച്ചു. ഷോറൂമിൽ നിന്ന് എടുക്കുകയാണ്. ആ ഏരിയയിലെങ്ങും ഡെസേർട്ട് സ്റ്റോം ആരും കണ്ടിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഡെസേർട്ട് സ്റ്റോം കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പുറകിന് വണ്ടി എടുത്ത് വന്ന്, ചേട്ടാ ഇത് ഏതാ ചേട്ടാ വണ്ടി ഇത് മിലിറ്ററി ആണോ എന്നൊക്കെ ചോദിച്ച് 2014 നിങ്ങൾ ആലോചിച്ചോണം. ഞാൻ എന്തുകൊണ്ടാണ് ടൈം ലൈൻ പറയുന്നതെന്ന് വെച്ചാൽ 2014 ശേഷം 2016, 17, 18 ആയപ്പോൾ 19, 20 ആയപ്പോൾ മെയിനായിട്ട് ഈ മറ്റേ ഇൻ്റർനെറ്റ് ബൂമായി ഉള്ള ലോകത്തുള്ള വീഡിയോകൾ മൊത്തം കണ്ടതോടെ മനുഷ്യന്മാർ നമ്മുടെ കേരളത്തിലുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഫുള്ളായിട്ട് തന്നെ വേണേൽ പറയാം, മനുഷ്യന്മാർക്ക് ഒരു കാര്യത്തിനോടും ബഹുമാനമില്ല. എല്ലാം പുച്ഛമാണ്. അത് പുച്ഛം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് പുച്ഛമാണ്. പുച്ഛം. അതിന് തുടക്കമിടുന്ന ആൾക്കാർ ഈ മറ്റേ അഖിൽമാരാർ, അങ്ങനത്തെ ഈ തൊപ്പി, ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. ഈ ആൾക്കാരെ ഒരു രീതി, തൊപ്പിയെ പ്രത്യേകിച്ച് നിങ്ങൾ അവൻ്റെ റിയാക്ഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരുത്തും പാട്ട് പാടുമായിരിക്കും. അവൻ കഷ്ടപ്പെട്ട് ശ്രുതിയൊക്കെ കറക്റ്റാക്കി റാപ്പോ പാട്ടോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അവൻ ഒരു പാട്ട് പാടുമ്പോൾ ഇവൻ വന്നിട്ട് മറ്റേ സ്ട്രീമിങ്ങിൽ ഇരുന്നിട്ട് ഒറ്റ വാക്കുകൊണ്ട് അവനെ ഇല്ലാണ്ടായി കളയാ. എടാ മോനെ, നിനക്കൊന്നും ഇത് പറ്റിയ പണിയല്ല കേട്ടോ, നീ വേറെ വല്ല പണിക്ക്, അനക്ക് പറ്റിയ പണിയല്ല കേട്ടോ, എൻ്റെ മോനെ നീ വേറെ പണിക്ക് വല്ലതും പോയി. ഇത് കേട്ട് ചിരിക്കാൻ കുറേ പിള്ളേർ, അതായത് പുച്ഛിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അങ്ങനെയാണ് അത് പണ്ട് പോലെ ഉള്ള ഒരു സോക്കേടാണ്. പിന്നെ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ നിർത്തിയല്ലോ. ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ സിനിമയിൽ ഇപ്പോൾ അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ പണ്ടത്തെ ഹരിശ്രീ അശോകനോ പണ്ടത്തെ ഈ കൊമേഡിയൻസ് കളിയാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതേപോലെയാണ് ഇപ്പോൾ ഈ മറ്റേ ഓൺലൈൻ മീഡിയയിൽ കളിയാക്കി കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അശ്വന്ത് ഗോക്കിനെതിരെ വന്നിട്ട് നിർമ്മാതാക്കൾ തെറി പറയുന്നതെന്ന് പറഞ്ഞാൽ, അശ്വന്ത് ഗോക്ക് ഒരു സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുമ്പോൾ അഭിപ്രായത്തിൻ്റെ ഇടയിൽ പുള്ളി 1-2 വാക്കുകൾ കയറ്റും. അത് ശരിക്കും ആ സിനിമാക്കാരന് അത് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ. അത് ഞാൻ തെറ്റ് പറയത്തില്ല സിനിമാക്കാരുടെ ഭാഗത്ത്. സിനിമാക്കാരെന്ന് ആ ടോപ്പിക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ ടോപ്പിക്കാണ്. അപ്പോൾ അങ്ങനെ പുച്ഛിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ
അല്ലെങ്കിൽ അശ്വന്ത് ഗോക്കിൻ്റെ കാര്യം പറഞ്ഞ് വെച്ചേക്കല്ലേ. അശ്വന്ത് ഗോക്ക് അതും ഓൺലൈൻ കോപ്രായമാണല്ലോ. അശ്വന്ത് ഗോക്കിൻ്റെ ഒരു പുച്ചിക്കൽ എന്ന് പറഞ്ഞാൽ മലം കെട്ട് തീറ്റപ്പടം തൂറി തൊപ്പിച്ചു, ഇത് എന്ത് അപരാധമാണ്, എന്ത് കാട്ടപരാധമാണ് എന്നൊക്കെ പറഞ്ഞോളെ. അത് സിനിമ കാശ് മുടക്കി സിനിമ എടുത്തിട്ട് ഞാൻ അഭിനയിച്ചു, എനിക്ക് അഭിനയിക്കാൻ അറിയാം, എനിക്ക് ടൈമിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആ നടനെ നമ്മൾ ഇല്ലാണ്ടാക്കി കളയാണ് ഈ വാക്കുകളിലൂടെ. അത് കേട്ട് ചിരിക്കാൻ കുറേ ആൾക്കാർ അതിൽ ഓരോ കമൻറ്റ് വിടും. കമൻറ്റിൽ കുറേ ആൾക്കാർ വന്നിട്ട് കുറേ തെറിയും പറഞ്ഞ് ആ കമൻറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 1000 വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മനുഷ്യൻ ശരിക്കും കേരളത്തിൽ ഒരു സാവേജായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭയങ്കര മറ്റവനെ കൊന്ന് തിന്നുക എന്ന് പറഞ്ഞ് ആ ഒരു മെൻറ്റാലിറ്റിയിലാണ്. ആ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത്. ഈ സായികൃഷ്ണയുടെ ഈ ഖാദറിൻ്റെ കാര്യത്തിൽ സായികൃഷ്ണ പയ്യെ അങ്ങോട്ട് സംഘി കഥയൊക്കെ എടുത്തിടുന്നുണ്ട്. ഖാദറിനെതിരെ കളിക്കുന്ന രാഷ്ട്രീയം, ഖാദറിനെതിരെ ഒരു രാഷ്ട്രീയമുണ്ട്. ഖാദറിനെതിരെ രാഷ്ട്രീയം ഉണ്ടാവും. ഖാദർ പറയുന്ന രാഷ്ട്രീയം അമ്മാതിരി രാഷ്ട്രീയമാണ്. ഖാദർ ഇപ്പോൾ ഒരുത്തനെ തല്ലിയിട്ട് വന്ന് ഈ പുണ്യാളം ചമയുന്നുണ്ടല്ലോ. കാശ് കൊടുത്താൽ ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ തല്ലും എന്നുള്ള രീതിയിലായിട്ട് ആ ഒരു ധ്വനിയിലോട്ടാണ് പോകുന്നത്. ഇതൊക്കെ സാധാരണമാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഈ നോർമലൈസ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. കാരണം ഖാദർ കരിപ്പോടി നിങ്ങളുടെ ഉറ്റ സുഹൃത്തും വലിയ ഫ്രണ്ട്സൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ കിക്ക് എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് കേരള ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ മറ്റേ മൃണാൽ ആദ്യം വന്നിട്ട് വടക്കന്മാരെന്ന് പറഞ്ഞ് കുറേ ട്രോള് മേടിച്ച് കൂട്ടി. അതിൽ ആ സമയത്ത് അങ്ങനെ പറഞ്ഞത് തെറ്റായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കുറേ ആൾക്കാർ ഇതൊരു മാഫിയ പോലെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയെന്നേ. ഈ കുറേ ആൾക്കാർ വേറെ സ്ഥലത്തൊന്നും ഇങ്ങനത്തെ കുഴപ്പങ്ങൾ അങ്ങനെ ഇല്ല. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ഭാഗത്തോ അല്ലെങ്കിൽ കായംകുളം അല്ലെങ്കിൽ പുറത്ത് നിന്ന് ആലപ്പുഴ ആ സൈഡിലൊന്നും ഇത്രയ്ക്കുമുള്ള പ്രശ്നങ്ങളില്ല കേട്ടോ. ഒരു മാഫിയ പോലെ കുറേ ആൾക്കാർ ഇവരെല്ലാം തമ്മിൽ കോൺടാക്റ്റുള്ള ആൾക്കാരാണ്. ഭയങ്കര കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പുതിയതായിട്ട് ഈ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ അവരെ അടിച്ചു കളയുക, അവർ മറ്റേ സ്ട്രൈക്ക് കൊടുക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. ഷമീർ വന്നിട്ട് സെക്രട്ടേറിയറ്റിന് സ്ട്രൈക്ക് കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ എന്തോ ഓഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ട് എടുത്തിരുന്ന് പുള്ളി സംസാരിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ വീഡിയോ ഒക്കെ ഇട്ടോട്ട്. പക്ഷേ ഇവർ തമ്മിലൊക്കെ മറ്റേ കോൺടാക്ട്സാണ്. ഇവർ തമ്മിലൊക്കെ ഇപ്പോൾ ഈ അനാൻഷയുടെ കേസ് എടുത്ത് പുറത്തിട്ട് തന്നെ ഇവന്മാർ തന്നെയാണോ ഈ തൊപ്പിയും ഗ്യാങ്ങും ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സംശയമില്ലാതില്ല. കാരണം തൊപ്പിയെ തൊട്ടാക്കട്ടെ എന്ന് തമിഴ്നാട്ടിൽ പറയും. നീ തൊട്ട ഉടനെ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ അനാൻഷയുടെ കേസ് മറ്റേ പെപ്പെ എന്തോ കാശ് കൊടുത്തെന്നോ 25 ലക്ഷം കൊടുത്തെന്നോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ മറ്റേ വേറെ ഒരുത്തൻ കരാമയിൽ ജോലി ചെയ്യുന്ന അവൻ്റെ പേരെന്താ എൻ്റെ കാസറ്റ് ഹക്കീം ഒക്കെ മറ്റേ പേരുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഡേഞ്ചറസ് പേരുകളാണ്. എന്താണ് ഇവന്മാരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ഒരുത്തനെ റോഡിലിട്ട് തല്ലിയിട്ട് സായികൃഷ്ണ തല്ലിയില്ല കേട്ടോ, ഖാദർ കരിപ്പോടി തല്ലി. അതിൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ട് സായികൃഷ്ണ പറയുകയാണ് ഇത് രാത്രി എന്നൊന്നും പറയാൻ പറ്റില്ല, 6-7 എന്ന് പറയുന്നത് ഇങ്ങനെ രാത്രിയാവുന്നത്. അത് വെടി പൊട്ടിച്ച പത്രക്കാർ വെടി പൊട്ടിച്ച മീഡിയക്കാർക്കും കുഴപ്പമുണ്ട്. അവർ അർദ്ധരാത്രി എന്നൊന്നും പറഞ്ഞില്ല, പക്ഷേ അവർ രാത്രി എന്നാണ് പറഞ്ഞത്. ഓക്കെ, രാത്രിന്ന് സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്ന നേരത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറയാൻ പറ്റുമോ സായികൃഷ്ണനെ? ഇപ്പോൾ ന്യൂസ് ഇങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴേ അവരത് രാത്രി 6 മണി കഴിഞ്ഞാൽ രാത്രി എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അതിപ്പോൾ കറക്റ്റ് സമയം നോക്കി വിളക്ക് വെക്കാൻ നേരത്ത് ഇങ്ങനൊരു എബിത്തരം കാണിച്ചു ഖാദർ കരിപ്പൊടി എന്നൊക്കെ പറയാൻ പറ്റുമോ? റോഡിലിട്ട് ഖാദർ പറയുന്ന പിന്നെയും ഭയങ്കര നോർമലൈസിങ്ങാണ്. അതായത് ഇത് തീട്ടോ അല്ല എന്ന് പറയുന്ന നോർമലൈസിങ് ഉണ്ടല്ലോ. തീട്ടം എടുത്ത് തിന്നിട്ട് ഇത് അങ്ങനെയല്ല ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിച്ച സംഭവം തന്നെ വേറെ ഒരു ദ്വാരത്തിലൂടെ വെളിയിൽ വരുന്നു, മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് ഈ ഡോക്ടേഴ്സും മറ്റേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ടെസ്റ്റ് ചെയ്യുന്നതും അവർ ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് മരുന്നുണ്ടാക്കുന്നതും പല കാര്യങ്ങൾ പഠിക്കുന്നതും ഒക്കെ ഇതിൽ നിന്നാണ് എന്നുള്ള രീതിയിലുള്ള സംസാരമാണത്. ഖാദർ പറയാണ് അവനെ വിളിച്ചു വരുത്തി ഞങ്ങളുടെ നാട്ടിൽ തന്നെ അതൊരു ട്രാപ്പാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞങ്ങൾ അവനെ വിളിച്ചു വരുത്തി CCTV ഉള്ള ഏരിയയിൽ തന്നെ. പക്ഷേ ദൂരെ നിന്ന് വേറെ ആരാണ്ടൊക്കെ വീഡിയോകൾ എടുക്കുന്നുണ്ട്. ആ വീഡിയോ റിലീസായിട്ടുണ്ട്. ഖാദർ പോയിട്ട് അവനെ പിടിച്ച് കൊള്ളുന്നത്, അവനെ ഇടിക്കുന്നത്. ഒരുത്തനെ കൈ വെച്ചിട്ട് ഇനി ഏത് വലിയ കൊമ്പത്തുള്ള ആളാണെങ്കിലും പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് അവൻ കാശ് തരാത്തോണ്ട് ഞാൻ ഇനിയും തല്ലും എന്നൊക്കെ പറയുമോ? പോലീസുകാർ വെറുതെ വിടുമോ? നിന്നെയൊക്കെ എത്രയ്ക്കും കോൺഗ്രസ്സിൽ വലിയ കൊണാണ്ടറാണെങ്കിലും പോലീസുകാർ വെറുതെ വിട്ട് കഴിഞ്ഞാൽ വേറെ കുറേ ആൾക്കാർ ഇതെടുത്ത് റിയാക്ട് ചെയ്ത് പോലീസിൻ്റെ തൊലി ഒരിക്കലും VD സതീശൻ സാറിൻ്റെ ഇപ്പോൾ ഒരു ഭരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇത് വെറുതെ പോകുന്നുള്ളൂ. ഇതെന്താണേലും
ഇപ്പോൾ ഒളിവില്ല, ഒളിഞ്ഞ് നടക്കുകയാണ്. ഞാൻ ഇവരുടെ വീഡിയോയും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല, കാരണം ഇവന്മാർ ഒരു ജാതി ആൾക്കാരാണ്. ഇവർ ചുമ്മാതെ വന്നിട്ട് നമ്മുടെ അടിച്ചു കളയുന്ന പരിപാടിയൊക്കെ ഉണ്ട്. എൻ്റെ കുറേ വീഡിയോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ആ ഭാഗം മറ്റേ എനിക്ക് ആ കൂടെ 500 രൂപയേ ഉള്ളൂ, അതുപോലെ ഇവന്മാർക്ക് സഹിക്കാൻ പറ്റും. ഇവന്മാർക്ക് ശരിക്കും ടീം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇവന്മാരെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇതുപോലത്തെ ഒരു വീഡിയോ ഉണ്ട് ചേട്ടാ, അതും കൂടെ ഒന്ന് അടിച്ചു കളഞ്ഞേക്കണേ, ഒരു സ്ട്രൈക്ക് കൊടുത്തേക്കണേ. എനിക്ക് വെറുതെ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ ഒരു ക്ലിപ്പിംഗ് വെച്ചതിന് ഏതോ ഒരു സിനിമയുടെ ഏതോ ഒരു പ്രൊമോഷൻ്റെ കാര്യം എന്തോ ഒരു ഇതാണ് ആങ്കർ പറഞ്ഞത്, എന്തോ ഒരു സംഭവം, അതിനൊക്കെ സ്ട്രൈക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഈ ഇവന്മാരാണെങ്കിൽ പടത്തിൻ്റെ ട്രെയിലർ വരെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, കാരണം അവരൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാണ്. ശരിക്കും ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോഴേ എനിക്ക് തോന്നുന്നത് ഇത് ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർക്ക് അത് സൂട്ടാവാൻ തോന്നി. കാരണം ഇവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ആരെയും ഒന്നും ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തൊപ്പി പോലത്തെ ആൾക്കാർ മാത്രമേ കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ. തൊപ്പി മറ്റേ എൽന സ്പാർട്ട ഒറ്റ ബീറെ കഴിച്ചുള്ളൂ എന്നിട്ട് നിങ്ങൾ തന്നെ തേച്ച് എന്നെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അത് നോർമലൈസിങ്. കാരണം ഇവർക്ക് തമിഴ്നാട്ടിൽ പറയും വേണ്ട ഉണക്ക് വന്നാൽ രത്തം എനിക്ക് വന്നാൽ തക്കാളി ചട്നിയാന്ന്. നിനക്ക് വന്നത് ചോര, എനിക്ക് വരുമ്പോൾ അത് ടൊമാറ്റോ ജ്യൂസായല്ലേ എന്നും പറഞ്ഞ് തക്കാളി ജ്യൂസാണ് ഇവിടെ നിന്നും ചോദിക്കുന്നത്. ആ ഒരു സംഭവമാണ് ഇവർക്ക് സംഭവിക്കുമ്പോൾ ഇതൊക്കെ നോർമലൈസിങ്. റോഡിലിട്ട് ഒരുത്തനെ തല്ലിയിട്ട് പറയാണ് ഞങ്ങളുടെ ഏരിയയിൽ വിളിച്ചു വരുത്തി അവനെ തല്ലിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഖാദർ അയ്യോ എന്താ അച്ഛാനെ സംഭവം തന്നെ കേട്ടോ. ഈ ദുബായിൽ 4 മാസം മുമ്പേ ആണ് ഈ സംഭവം, ഇതിൻ്റെ തുടക്കം. 4 മാസം മുമ്പേ എന്താ സംഭവിച്ചതെന്ന് അറിയാമല്ലോ. വെടിവെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ചങ്ങായി മറ്റേ ഇവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങളെടുത്ത ചങ്ങായി ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും ഞാൻ പിന്നെ തരാം നാളെ തരാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദുബായിൽ കുറേ കള്ളന്മാരുണ്ട് അത് പറ്റിക്കുന്നുണ്ടാവും. അവൻ ചിലപ്പം പറഞ്ഞിട്ടും ഉണ്ടാവും ഞാൻ നിന്നെ ഇവിടുത്തെ CID കൊണ്ട് പൂട്ടിക്കും നിൻ്റെ ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഏത് CID എന്ത് CID? നിനക്ക് ദുബായിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തൂടെ? അവനെ ദുബായിൽ ഇങ്ങനെ ഒരു സാധനം, നിങ്ങൾ ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന് പറയുന്ന സിനിമ നമ്മൾ എല്ലാം കണ്ടതാണ്. അതിനകത്ത് പുള്ളി ആ ചെക്ക് കൊടുത്തുകൊണ്ട് വലിയ എമൗണ്ട് ആകുമ്പോൾ ചെക്ക് വെച്ചുകൊണ്ട് അവൻ എന്തോ ഒരു മേനോണ്ടല്ലോ അവൻ കളിക്കുന്ന കളി, ആ പടം നമ്മൾ കണ്ടതല്ലേ. അത്രയ്ക്കും ഡേഞ്ചറാണ് ദുബായിലാണ് ഈ പറയുന്നത്. ഒരുത്തൻ സാധനം എടുത്തിട്ട് അവൻ തരില്ല, അവൻ CIDയുടെ പേരും പറഞ്ഞുകൊണ്ട് ഇവർ ഇത്രയും ലോ വിവരമുള്ളവരാണ്. എന്ത് സാധനത്തിനെക്കുറിച്ചും ആധികാരികമായിട്ട് സംസാരിക്കാനും അതിനെക്കുറിച്ച് പ്രസംഗിക്കാനും പറ്റുന്ന ആളാണ്. എന്നിട്ടാണ് പറയുന്നത് അവിടെ ചോദിച്ചപ്പോൾ, അപ്പോൾ ഇയാൾ എന്തുകൊണ്ട് അവിടെ പോയില്ല? അവിടെ ഇയാളുടെ പാർട്ട്ണർ ചോദിച്ചപ്പോൾ പാർട്ട്ണറിനോട് അവൻ പറഞ്ഞെന്ന് നിനക്ക് പറ്റുമെങ്കിൽ നീ മേടിക്കുക, അതായത് ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞ്, ഒരു സ്ഥലത്തിനെ അങ്ങനെ പുച്ഛിക്കാൻ പറ്റുമോ? നിനക്ക് പറ്റുമോ? അവിടുത്തെ ആളാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. ഇത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഓടിച്ചിട്ട് കണ്ടേ ഉള്ളൂ. കണ്ടിട്ട് ഇതിൽ 2 വർത്തമാനം പറയണമെന്ന് എനിക്ക് തോന്നി. എന്ത് വക നോർമലൈസിങ് ആടോ? തെറ്റ് ചെയ്താൽ ഈ സായികൃഷ്ണനാണെങ്കിൽ വലിയ മറ്റേ സത്യസന്ധതയുടെ മറ്റേ അയ്യോ നന്മമരം, പക്ഷേ ഇങ്ങനെ കൂളായിട്ടൊക്കെ വർത്തമാനം അറിയാം നമ്മളൊരു നന്മമരം അല്ല, ഞാൻ വളരെ സിമ്പിളാണ്, എനിക്ക് അങ്ങനെ ഒരു അംഗീകാരം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ വിനയത്തിൻ്റെ ഓപ്പോസിറ്റ് ഈ ജയറാം വിനയം കൂടിപ്പോയി ആൾക്കാർ കളിയാക്കുന്നുണ്ടല്ലോ. പണ്ടത്തെ കാലത്ത് വിനയം കൂടുതലുള്ളവനായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടം. അയ്യോ ചേട്ടാ, അയ്യോ സാറേ, അയ്യോ അച്ഛാ, അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരായിരുന്നു നമ്മൾ നാട്ടിൽ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വിനയം കാണിച്ചാൽ പ്രശ്നമാണ്. വിനയം കൂടുതൽ കാണിച്ചാൽ പണ്ടത്തെ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. ശരിക്കും ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് ഇതൊക്കെ. ഈ ധന്യ വന്നിട്ട് വർത്തമാനം പറയുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഈ തൊപ്പിയെക്കുറിച്ച് മറ്റേ വാണടിച്ച കേസും ഇതൊക്കെ എടുത്തിട്ട് അവളിങ്ങനെ ഭയങ്കര ബോൾഡ്, അതായത് അങ്ങനെ ബോൾഡായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. ഓരോ കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസമാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ സായികൃഷ്ണയൊക്കെ വന്നിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ എനിക്കങ്ങനെയൊന്നും ഇല്ല, ഞാൻ കുറേ ചാരിറ്റിയൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ ഞാനതൊന്നും വെളിയിൽ പറയാറില്ല, അതൊക്കെ ഞാൻ ഉള്ളിൽ കൊണ്ടു നടക്കത്തേ ഈ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി അതിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ പിന്നെ ഇപ്പം എന്തിനാണ് വന്നിട്ട് പറയുന്നത്? ഈ രേണു സുധീനെ നിങ്ങൾ പോയി കണ്ടു, കാശ് കൊടുത്തു, എന്തോ ചെയ്തു, അത് റീലാക്കിയും മറ്റേ വീഡിയോ ആക്കി ഇട്ടതരാം, അത് വെളിയിൽ പറയരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ പോയി അവരെ കണ്ട് നിങ്ങൾക്ക് വേണേൽ കാശ് കൊടുത്തിട്ട് വരാം. സ്ട്രീറ്റ് ലൈറ്റ്സ് എന്ന് പറയുന്ന ഏതാ ഒരു സിനിമയില്ലേ, മറ്റേ മമ്മൂക്ക 5 കോടിയുടെ മറ്റേ നെക്ലസ്, അറിയാമല്ലോ ആ പടം. ആ പടത്തിൽ അവസാനം ആ ഒരു പയ്യന് ബാഗ് വാങ്ങിച്ചു കൊടുക്കും, എന്തോ നല്ലൊരു ക്ലൈമാക്സാണ്. അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റും ഇല്ലാതെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ചെയ്തിട്ട് ഈ മറ്റേ വലിയ വായിൽ വർത്തമാനം പറയരുത്. വിനയം മറ്റേ വാരി തേച്ച് വെക്കാൻ ശ്രമിക്കരുത് എന്നേ പറയാനുള്ളൂ. അത് ഇങ്ങനെയൊക്കെ പൊളിഞ്ഞ് പോവും. എന്ത് വക വർത്തമാനമാണ്? ഖാദർ മറ്റേ 6 മണി 6:07 സമയം, 6:07 എന്ന് പറയുന്നത് രാത്രിയല്ല. എന്താ കണ്ടുപിടുത്തം, ഭയങ്കരം തന്നെ, അമേസിങ് മാൻ. പിന്നെ എന്തുവാ ഖാദർ കാശ് കൊടുത്താൽ ചോദിച്ചു കഴിയുമ്പോൾ ഈ മറ്റേ വൃത്തിയുടെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ യൂട്യൂബറാണെങ്കിൽ പിന്നെ ഒന്നും മിണ്ടാൻ പാടില്ലെന്ന് തോന്നുന്നു.
നമ്മൾ ഇത് വിടാം. നമ്മൾ ഞാനും പഴയ പോലെ ഒന്നല്ല ഇപ്പോൾ. പണ്ട് ഇയാൾ ഭയങ്കര ഗുണ്ടയായിരുന്നു. എത്ര കേസാണ്, എത്ര പേരെ കൊന്ന ആളാണ്, എത്ര പേരെ തല്ലിയിട്ടുണ്ട്. എന്തിനാണ് ഈ ബിൽഡപ്പ് എന്ന് പറഞ്ഞ് ഈ നടക്കുന്നത്? ഇല്ല, എനിക്കറിയാമോ ഞാൻ ചോദിക്കാം. ഞാൻ ഇയാളെ പുച്ഛിക്കുന്നു, ഞാൻ ഇയാളെ വേസ്റ്റ് എന്നൊന്നും പറയുന്നില്ല. ഇയാൾ സംഭവമൊക്കെ നല്ല രസമാണ്. നമ്മൾ പരിപാടിയൊക്കെ കാണാറുണ്ട്. യൂട്യൂബിൽ വന്നിട്ട് ഓരോ ദിവസവും ഡെയിലി മറ്റേ എൻഡ്യൂറൻസ് ഇത്രയും കാലമായിട്ട് ആ ഒരു കറക്റ്റ് ഡെയിലി ഒരു വീഡിയോ ഇടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് അംഗീകരിച്ചു. പക്ഷേ എന്ന് പറഞ്ഞ് എന്ത് പോഴത്തരം വിളിച്ചു പറഞ്ഞാലും അതൊക്കെ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങനെ ഇറക്കിക്കോളുമെന്ന് പറഞ്ഞ് വിചാരിക്കരുത്. അത് വളരെ മോശം പരിപാടിയാണ്. ഈ ഖാദറിനെയും മറ്റേ ഏലനെയൊക്കെ സപ്പോർട്ട് ചെയ്യാതെ വേറെ വല്ലതും കാര്യങ്ങൾ മറ്റേ അവൻ്റെ പേരെന്താ ഷമീറിൻ്റെ സംഭവം എക്സ്പോസ് ചെയ്ത പോലത്തെ നല്ല വല്ലതും കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യും. മറ്റേ എൻ്റെ കാസറ്റും അവൻ്റെയൊക്കെ എക്സ്പോസ് ചെയ്യാൻ പറ്റിയെങ്കിൽ അതൊക്കെ എക്സ്പോസ് ആക്കി വിടുക. അവനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തെണ്ടിത്തരമാണ്. സോഷ്യൽ മീഡിയ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാസവും കാണിക്കാമെന്ന് വിചാരിക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അങ്ങ് പൂഞ്ഞാറ്റിൽ പോയിട്ട് പറഞ്ഞാൽ മതി. അങ്ങനത്തെ പരിപാടികൾ കാണിക്കുന്ന ഊളന്മാരെ പിടിച്ച് അകത്താക്കണം. ഈ മറ്റേ ഡ്രഗ്സും കാര്യങ്ങളും മാത്രമല്ല ഈ ലോകത്തിൽ ഡേഞ്ചറായിട്ടുള്ളത്. ഈ മറ്റേ തൂഫാൻ എന്നും പറഞ്ഞുകൊണ്ട് ഡ്രഗ്സ് വേട്ടാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റേ ഗോവ ഗുഡ്കായും മറ്റേ പാൻപരാഗും ഇതൊക്കെയാണ്. എവിടെയും മറ്റേ എം ഡി എം എ അല്ലെങ്കിൽ കൊക്കൈൻ ഇങ്ങനത്തെ വലിയ സംഭവങ്ങൾ പിടിച്ചായിട്ടൊന്നും നമ്മൾ കാണാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പിടിച്ച് ആ ലിങ്ക് എടുത്ത് പോകുമ്പോഴേക്കും ഓരോ വിളികൾ വരും. ആ വിളികൾ തരണം ചെയ്യാൻ പറ്റില്ല. മറ്റേ മന്ത്രിയുടെ മോനും മറ്റേ ഇയാളും ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആൾ 18 വയസ്സിന് മുമ്പേ ലൈസൻസ് എടുത്തു, അത് ഫേക്കാണ് ഇയാളുടെ ലൈസൻസ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ വന്ന് നോർമലൈസ് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അയാൾ വന്നിട്ട് പറയുന്നത് എനിക്ക് ദുബായിലെ ലൈസൻസ് ഉണ്ട്, ഞാനത് വെച്ച് ഓടിക്കും. ഇവിടുത്തെ ലൈസൻസ് നിങ്ങൾ കട്ട് ചെയ്തോ, എനിക്ക് ദുബായിൽ ലൈസൻസ് ഉണ്ട്, ഇൻ്റർനാഷണലാണത്, ഞാൻ അത് വെച്ച് ഓടിക്കും. അപ്പോൾ ഇങ്ങനെ എന്ത് കാര്യത്തിനെയും നോർമലൈസ് ചെയ്യുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ. മാത്രം ഇട്ടുകൊണ്ട് ഒരാണ് നടന്നു പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അത് അവൻ്റെ റൈറ്റ്സാന്ന് പറയുന്ന ഒരു കാലമാണിത്. അപ്പോൾ ഈ ഒരു കാലത്തിൽ വന്നിട്ട് ഖാദർ ചെയ്തത് തെറ്റല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ സീക്രട്ട് ഏജൻറ്റ്, അവസാനം സീക്രട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ഏജൻറ്റ് ഉണ്ടാവില്ല കേട്ടോ. ആൾക്കാർ വലിച്ചു കീറി ചുമരിലൊട്ടിക്കും.